അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, പരിശുദ്ധവും പരിപാവനവുമായ ഒരു സഫറിന്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് നാം ഉള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലൊരു പ്രഭാതത്തിൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ഒരു ആശയവുമായി വീണ്ടും ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന അള്ളാഹുവിനാണ് സർവസ്തുതികൾ. അല്ലാഹ് കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനെ പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ, അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന തത്വം. കാരണം നമുക്ക് ആർക്കും സമയമില്ല. ഇൻഷാ അല്ലാഹ് ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, അതും സഫർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച. നമുക്കറിയാം, പൊതുവെ സഫർ എന്ന് പറയുന്ന മാസം പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, നല്ലതല്ലാത്ത ദുർഗുണങ്ങളുടെ ദിവസങ്ങളും മാസങ്ങളാണ് എന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ചയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോരോ സ്വലാത്തുകൾ നമ്മൾ പഠിക്കലും പുതുക്കലും ചൊല്ലലൊക്കെയാണ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്ന ഒരു അത്ഭുതത്തിന്റെ സ്വലാത്താണ്. പ്രത്യേകിച്ച് ഈ മാസത്തിൽ മഹാരഥന്മാർ ചൊല്ലാൻ നമ്മളോട് പറഞ്ഞ വരാനിരിക്കുന്ന പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ തടയിടാൻ ഈ സ്വലാത്തിന് കഴിയുമെന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലിൽ 9 നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ വേഗം, 9 നേട്ടങ്ങളല്ല, പ്രധാനപ്പെട്ട ഒരു 9 നേട്ടമുണ്ട്. അത് വേഗം കുറഞ്ഞ സമയം കൊണ്ടൊന്ന് പറയും. നമ്മുടെ സ്വലാത്ത് ഏതാണെന്ന് പറയും. വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയും. അസറിന് ശേഷം ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന ഒരു സ്വലാത്ത് നമ്മൾ പരിചയപ്പെടും. അതോടൊപ്പം തന്നെ ഒരു ബൈത്ത് 4 തവണ 4 വരിയുള്ള ഒരു ബൈത്ത് ആവർത്തിച്ച് ചൊല്ലിയാൽ തൗബയോടുകൂടിയല്ലാതെ മരണപ്പെടൂല എന്ന് പറഞ്ഞ ആ ഒരു വിഷയം കൂടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹ് ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവരെ, സ്വലാത്ത് അത് ഒരു പിടിവള്ളിയാണ്. സങ്കടക്കടൽ തിരയിൽ കഴിയുന്നവരുടെ നൊമ്പര തീ കനലുകളിൽ വലിയ ഒരു ആശ്വാസത്തിന്റെ പേമാരിയാണ് സ്വലാത്ത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഏറ്റവും കുറഞ്ഞത് 300 എണ്ണമെങ്കിലും ചൊല്ലൽ നല്ലതാണ് എന്ന് മുൻഗാമികൾ പറയുന്നുണ്ട്. മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് സാധാരണ നമ്മൾ 100ഉം 50ഒക്കെ ചൊല്ലും. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ ഒരു 300, വെള്ളിയാഴ്ച പകലിലും 100 എണ്ണം ഒരു പ്രത്യേകം അതതാണ് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന സ്വലാത്ത് ഒന്നാമത് ചൊല്ലിയാൽ ആ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്, ഒരു തവണ ചൊല്ലിയാൽ 1000 പ്രഭാതങ്ങൾ 70 മലക്ക് അവന് വേണ്ടി ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ തവണ ചൊല്ലിയാൽ 1000 പ്രഭാതം, 1000 ദിവസമായി 70 മലക്ക് അവന് വേണ്ടി ദുആ. പിന്നെ ഇതിലെന്താ വേണ്ടേ? എത്ര മഹത്വം നോക്കിയേ. രണ്ടാമത്തെ നേട്ടം മഹാരഥന്മാർ പറയുന്നു, അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച 2 ജന്മങ്ങൾ, വാപ്പയും ഉമ്മയും, അവർക്ക് അമൽ ചെയ്യാൻ അറിവില്ല. ആ സമയത്ത് അവർ നമ്മളെ പഠിപ്പിച്ചു, അവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. രണ്ടാമത്തെ നേട്ടം. മൂന്നാമത്തെ പറയുന്നു, വജബത്ത് ലഹു ശഫാഅത്തി, മുത്തുനബി തങ്ങളുടെ ശഫാഅത്തുണ്ടെന്ന് മഹാരഥന്മാർ. മുത്തുനബി തങ്ങളുടെ ശഫാഅത്തുണ്ടെങ്കിൽ പിന്നെന്താ കാര്യം? അശ്ശഫാഅത ഹബിലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഹലന അല്ലാഹു ഷഫാഅത്ത് നിർബന്ധമാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഷഫാഅത്തിന് അർഹരായ ചില വിഭാഗമുണ്ട്. മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പറയും. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ പ്രിയമുള്ളവരെ, മൂന്നാമത്തെ നേട്ടം നബിതങ്ങളുടെ ശുപാർശ ഉറപ്പ്. നാലാമത്തെ നേട്ടം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താ? അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ കടമാണ്, ജോലി പോയി, അതുപോലെ സമ്പത്തില്ല, വീടില്ല, മക്കളില്ല, ഭാര്യയില്ല, ജോലിയില്ല, അങ്ങനെ കുറെ പ്രയാസങ്ങളൊക്കെ, നഷ്ടങ്ങളുടെ കഥയുണ്ട്. എന്നാൽ ആ നഷ്ടങ്ങളെക്കാൾ ഏറ്റവും വലിയ നഷ്ടം മുത്തുനബിതങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ നഷ്ടമാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ നഷ്ടം. എന്നാൽ ഈ സ്വലാത്ത് പതിവാക്കിയാൽ ആ നഷ്ടം പരിഹരിക്കും. നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാമെന്ന മഹാരഥന്മാർ. അഞ്ചാമത്തെ നേട്ടം, ഏത് പ്രയാസങ്ങൾക്കും പരിഹാരം. കടമാകട്ടെ, രോഗമാകട്ടെ, മാനസിക വിഭ്രാന്തിയാകട്ടെ, സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ, ഡിപ്രഷനുകൾ എല്ലാം മാറാൻ ഈ സ്വലാത്ത് മതി എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും പിടിവള്ളിയാണ്. അതോടൊപ്പം തന്നെ ആറാമത് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ, ജനങ്ങൾ നമ്മളെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ, ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം ഉണ്ടാകാൻ ഈ സ്വലാത്ത് മതി. അതുപോലെ ഏഴാമത്തത്, ശത്രുക്കളുടെ രക്ഷയുണ്ടാകാൻ, ശത്രുക്കളിൽ നിന്ന് രക്ഷയുണ്ടാകും, സുരക്ഷ അല്ലാഹ് തീർക്കും ഈ സ്വലാത്ത്. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഞാൻ വേഗത്തിൽ പറഞ്ഞു കേട്ടോ. എട്ടാമത്തത് മഹത്തുക്കൾ പറയുന്നു, കണ്ണേറ്, സിഹിർ, വെളിദോഷം, അതുപോലെ ഹസദ്, അതുപോലെ വിപത്തുകൾ, രോഗങ്ങൾ ഒന്നും മാറൂല. ഈ സഫറിൽ നമുക്ക് പിടിവള്ളിയാണ്. എല്ലാ ഇടങ്ങേറുകളും, ബലാ മുസീബത്തുകളെല്ലാം, വെളിദോഷം, അവൻ നന്നായത് കണ്ട അല്ലേ, കണ്ണേർ, എന്താണ് സിഹർ, ഒന്നും വെക്കൂല ഈ സ്വലാത്ത് പതിവാക്കിയാൽ. അതോടൊപ്പം ഒൻപതാമത്തത്, അള്ളാഹുവിന്റെ പ്രവാചകരോട് മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്റെ സമ്പത്തില്ല, സ്വതക്ക
കൊടുക്കാൻ. സുഹാബത്തൊക്കെ ചിലര് സ്വതക്ക കൊടുക്കുന്നു. എൻ്റെ ഒന്നുമില്ല നബിയെ, എന്താ ചെയ്യണ്ടേ? നബി തങ്ങൾ ഈ സ്വലാത്ത് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ചൊല്ലിക്ക്, ഇത് സ്വതക്കയാണെന്ന് നബീന റസൂലുള്ളാഹി. പാവപ്പെട്ടവന്റെ സ്വതക്കയാണ് ഈ സ്വലാത്ത്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് ചൊല്ലാൻ. അള്ളാഹു ഭാഗ്യം തരട്ടെ. ആവർത്തിച്ച് ചൊല്ലാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് നിർബന്ധമായി നമ്മൾ ഓതിയിരിക്കണം. ഇത് വലിയ പവറാണ്. അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്കൊരു കാവലാണ് സൂറത്തുൽ കഹ്ഫ്. ഈ സ്വലാത്തെങ്കിൽ ഈ സ്വലാത്ത്, അല്ലെങ്കിൽ അറിയാവുന്ന ഒരു സ്വലാത്ത് 300 എണ്ണം നമ്മൾ തികയ്ക്കണം. അതൊരു വലിയ കാവലാണ്. അതോടൊപ്പം നമ്മൾ കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ ജുമാഅയുടെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു പറഞ്ഞ് നിയത്ത് വെച്ച് കുളിക്കണം. മക്കളെ കുളിപ്പിക്കുമ്പോൾ, സ്കൂളിലൊക്കെ വിടാൻ വേണ്ടി മക്കളെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ജുമാഅയുടെ സുന്നത്ത് കുളി കുളിപ്പിക്കുന്നു. നിയത്ത് വെച്ച് ഇന്നത്തെ ദിവസം കുളിപ്പിക്കും. അതിന്റെ കൂലി നിങ്ങൾക്കും കിട്ടും, അവർക്കും കിട്ടും. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക, സുന്നത്ത് ദുഹ അതൊക്കെ നമ്മൾ ചെയ്യുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ജുമാ നമസ്കാരം ഉമ്മമാരെ കൃത്യമായും അടുക്കളയിൽ പണിയിലായി ഇടപെട്ട് പോകാതെ ളുഹറിന്റെ ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നിസ്കരിക്കുക, ളുഹർ നിസ്കരിക്കുക, ഖുതുബയൊക്കെ കേൾക്കുക, ഉസ്താദിന്റെ ഇൽമുകൾ കേൾക്കുക, ദുആയിലേക്ക് ആമീൻ പറയുക. വാപ്പമാരെ സഹോദരങ്ങളെ പള്ളിയിൽ പോകുമ്പോൾ ഖബർ സിയാറത്ത് ചെയ്യുക. നേരത്തെ തന്നെ ജുമയ്ക്ക് പള്ളിയിൽ പോകണം. ജുമ കഴിഞ്ഞിട്ടോ ജുമയ്ക്ക് മുമ്പോ ആ പള്ളിക്കാട്ടിൽ പോയി ഖബർസ്ഥാനിൽ പോയി നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊന്നും ദ്വാരൊക്കെ ഒരു ഫാത്തിയെങ്കിലും പോയി അടുത്ത് നോതുക. അത് വലിയ പൊരുത്തമാണ്. അതുപോലെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, പിണക്കങ്ങൾ മാറ്റിയ കഴിയുന്ന ഒരു സ്വതക്കെങ്കിലും. നമ്മൾ ജുമയ്ക്ക് ഇരിക്കുമ്പോൾ ബക്കറ്റ് ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, കഴിയുന്നത് അതിലിടുക. അതിന് കഴിയില്ലേ, ആർക്കെങ്കിലും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാമല്ലോ. എന്താ സംവിധാനങ്ങളുടെ വാട്സപ്പ് തുറന്ന കുറേ ചികിത്സാ സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് എത്ര വാർത്തകളാണ് വരുന്നത്. ആർക്കെങ്കിലും കാണുന്ന ഒരാർക്കെങ്കിലും 10 രൂപ 100 രൂപ നമ്മൾ കൊടുക്കുക, കഴിയുന്നത് കൊടുക്കുക. അള്ളാഹു ഭാഗ്യം. വെള്ളിയാഴ്ച വലിയ ബറക്കത്താണ്. കഴിയുമെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഭക്ഷണങ്ങൾ വാങ്ങി കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഭക്ഷണം കൊടുക്കൽ അതൊരു വലിയ പുണ്യമാണ്. അള്ളാഹു ഭാഗ്യം. നിബിധങ്ങൾ പറഞ്ഞില്ലേ, സ്വതക്കയ്ക്ക് ഏറ്റവും മഹത്വം വെള്ളിയാഴ്ചയാണ്. ഏറ്റവും മഹത്വം ഭക്ഷണം കൊടുക്കലാണ്. വെള്ളിയാഴ്ച ദിവസം ഒരാൾക്ക് ഭക്ഷണം കൊടുക്കൽ പുണ്യാണെന്നാണ്. അള്ളാഹു സ്വീകരിക്കും. ആർക്കെങ്കിലൊക്കെ നമ്മൾ പോകുന്ന വീട്ടിൽ ആർക്ക് ഭക്ഷണം കൊടുക്കാം, വഴി ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കാമല്ലോ, വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാമല്ലോ. ഇങ്ങനെ ആരെയും കണ്ടില്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി പറയാം. അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. നമ്മുടെ എല്ലാ ദിവസവും നമുക്കറിയാം രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നൊരു മജ്ലിസ് നടക്കുന്നുണ്ട്. ആ മജ്ലിസിന്റെ വാർഷികം ഇൻഷാല്ലാ സെപ്റ്റംബർ മാസത്തിലാണ്. കഴിയുന്നവർക്ക് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ 100 രൂപയാണ്. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആ മജ്ലിസിലേക്ക് വരുന്ന ദുആ മജ്ലിസിൽ അവസാനം 2000-ഓളം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 10 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ 1000 രൂപ, 5 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ 500 രൂപ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്ക് 100 രൂപ വരുന്നുള്ളൂ. കഴിയുന്നവർ ഈ കാണുന്ന നമ്പർ നമ്മുടെ ബദറിൻ തീരത്തിന്റെ നമ്പറാണ്, ഒഫീഷ്യൽ നമ്പറാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. ഞാനിത് പിരിവിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല കേട്ടോ, അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം. ഭക്ഷണം അങ്ങനെ നൽകാൻ ആഗ്രഹിക്കുന്നവർ ഇൻഷാ അല്ലാഹ് 10 പേർക്ക് നമ്മുടെ സമ്പത്തിൽ നിന്ന് ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി കൊടുക്കും. വെള്ളിയാഴ്ചയാണല്ലോ, 10 പേർക്ക് ആ ബദരീങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന മജ്ലിസിലേക്ക് ഉജീനത്തിന് വേണ്ടി ഞാനത് 10 പേർക്ക് 1000 രൂപ അതിലേക്ക് നിങ്ങൾക്ക് നൽകാം. ഒരു 5 പേർക്ക് 500 രൂപ, ഒരാൾക്ക് 100 രൂപ നൽകും. 1 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അള്ളാഹ് സ്വീകരിക്കും. 2000-ഓളം പേർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക. ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 19, 20, 21 തീയതികളിലാണ് ആ പരിപാടി. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കുമ്മിൾ മങ്കാട് നിലവിൽ വെച്ച് നടക്കപ്പെടുക ബദറിൻ തീരം ആത്മീയ മജ്ലിസിന്റെ 4ാമത് വാർഷികം. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയിന്ന് മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ചെയ്യുക. അതോടൊപ്പം തന്നെ അസ്ർ നമസ്കാരം, വെള്ളിയാഴ്ച അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം തസ്ലീമ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. 80 വട്ടം ചൊല്ലിയാൽ 80 വർഷത്തെ പാപം പൊറുക്കും. 80 വയസ്സോടെ ജീവിക്കുന്ന ആരോ ഉറപ്പ്. പക്ഷേ 80 വട്ടം ചൊല്ലിയ 80 വർഷത്തെ പാപം അല്ലാഹ് പൊറുക്കുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഈ 4 വരി ബൈത്ത് മഹാരഥന്മാർ ചൊല്ലിയ ഏതാണത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. മുടി കേട്ടോ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. ഇത് പതിവാക്കി. വെള്ളിയാഴ്ച മാത്രമല്ല, എപ്പോഴും പതിവാക്കാം. ഇത് പതിവാക്കുന്നവർ തൗബ ഇല്ലാതെ മരിക്കൂലെന്നാണ്. ഉറപ്പാണ്. തൗബ ചെയ്തിട്ടേ മരിക്കുള്ളൂ. ഇത് തൗബയാണ്. ഈമാൻ കിട്ടി മരിക്കുമെന്നാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയം ഒരു 10 മിനിറ്റ് ഉള്ളിൽ ഒതുക്കാനാണ് നമ്മുടെ ഓരോ വീഡിയോകളും. ശ്രദ്ധിക്കുക. അള്ളാഹ് കബൂലാക്കട്ടെ. പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മറ്റൊരു ചാനലാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ. നല്ല നല്ല കഥകൾ നിങ്ങൾക്ക് അതിലൂടെ കേൾക്കാം. ആ ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ബദറിൻ തീരം ആത്മീയ മജ്ലിസിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക.
കമന്റ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.